ഹലോ ഗൈസ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ റൂം ഷിഫ്റ്റിംഗ് ആണ്. ആക്ച്വലി ഞാൻ പുതിയൊരു സ്ഥലത്തേക്കൊന്നുമല്ല ഷിഫ്റ്റ് ചെയ്ത് പോകുന്നത്. എൻ്റെ 3rd ഫ്ലോറിൽ നിന്നും 1st ഫ്ലോറിലേക്കാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഈ ഷിഫ്റ്റിംഗ് ഒക്കെ ഓൾറെഡി സാധനങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചു. ഇനി മൊത്തത്തിലൊന്ന് ഓർഗനൈസ് ചെയ്ത് അറേഞ്ച് ചെയ്ത് ക്ലീൻ ചെയ്ത് വെക്കണം. അതിനു മുമ്പൊരു എനർജിക്ക് വേണ്ടി ഞാൻ വിചാരിച്ചു പുറത്ത് പോയി ഒരു പാലൊക്കെ വാങ്ങി ചായയൊക്കെ വെച്ച് കുടിച്ച് ഒരു കടിയൊക്കെ കഴിച്ച് നല്ല സെറ്റപ്പായി തുടങ്ങാമെന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ നല്ലൊരു ചായയൊക്കെ ഉണ്ടാക്കി. ഇനി അതൊക്കെ കഴിച്ച് മെല്ലെ അങ്ങ് തുടങ്ങണം. സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ച് വിഷമത്തിലാണ്. കാരണം എൻ്റെ ആദ്യത്തെ റൂമിൽ ഞാൻ ഏകദേശം 1 വർഷം 1 മാസത്തോളം ഞാൻ അവിടെ താമസിച്ചിരുന്നു. സത്യം പറഞ്ഞാൽ അതൊരു അടിപൊളി റൂമാണ്. അതിൽ ഭയങ്കര സൺലൈറ്റൊക്കെ ആയി. സത്യം പറഞ്ഞാൽ ഇവിടെ വന്നതിന് ശേഷമാണ് ആ സൺലൈറ്റിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ ഞാൻ തിരിച്ചറിയാൻ തുടങ്ങിയത്. മൊത്തത്തിൽ സെറ്റപ്പായിരുന്നു. ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ലൈറ്റും നല്ലൊരു വായു സഞ്ചാരമൊക്കെയുള്ള റൂമായതുകൊണ്ട് തന്നെ ദാറ്റ് വാസ് ഓൾവേസ് ക്ലോസ് ടു മൈ ഹാർട്ട്. അപ്പോൾ ആ ഒരു ഇതിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മാറിയപ്പോൾ ഇത് സെയിം റെപ്ലിക്ക തന്നെയാണ്, ആ പഴയ റൂമിൻ്റെ സെയിം റെപ്ലിക്ക തന്നെയാണ് ഇവിടെ ഉള്ളത്. പക്ഷെ എന്നാലും അത് മാറുമ്പോൾ ഒരു വല്ലാത്ത സങ്കടമായിരുന്നു. ഈ ഫാസ്റ്റ് ഫുഡ് വേൾഡിലിട്ട് കാണാൻ നല്ല രസമുണ്ട്. കാരണം എന്ത് രസമല്ലേ, എത്ര എളുപ്പത്തിൽ ഞാൻ ഈ ഷെൽഫൊക്കെ ഉന്തി മാറ്റുന്നത്. പക്ഷേ ഇതിന് ഒടുക്കത്തെ വെയിറ്റ്. പിന്നെ ഞാനിപ്പോൾ ജിമ്മിലൊക്കെ പോയി ബോഡിയൊക്കെ ഭയങ്കര സെറ്റപ്പ് ആയതുകൊണ്ട് ഇതൊക്കെ സിമ്പിളായിട്ട് പറ്റുന്നുണ്ട്. എന്നാലും 2 ദിവസം കിടപ്പിലായിരുന്നു. ഇനി ഈ വാർഡ്രോബിൽ നമ്മുടെ സാധനങ്ങൾ മൊത്തം അറേഞ്ച് ചെയ്ത് വെക്കണം. അതിനു മുമ്പ് ഞാൻ വിചാരിച്ചു അതൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് കുറച്ച് ന്യൂസ് പേപ്പേഴ്സൊക്കെ ഇങ്ങനെ നിരത്തി വെച്ച് തുടങ്ങാം. പിന്നെ മനസ്സിലായി ഈ ന്യൂസ് പേപ്പറിൻ്റെ ഒക്കെ ആവശ്യമില്ല. കാരണം നമ്മൾ ഒരു ഡ്രസ്സ് ഇങ്ങനെ തിരക്കിനെ വിളിച്ചെടുക്കുന്ന സമയത്ത് അതൊക്കെ പിന്നെയും നീങ്ങി പോകും. അതിനേക്കാളും നല്ലത് അവരെ ഒന്നും ഇല്ലാതെ തന്നെ വെക്കുന്നതാണ്. പിന്നെ ഇതിന് മുമ്പ് നിന്നിട്ട് പോയ ആൾ കാര്യമായിട്ട് വലിയ ക്ലീനിങ് ഒന്നും ചെയ്തില്ല. ഇതിൻ്റെ അൾമാരയുടെയൊക്കെ മുകളിൽ മൊത്തത്തിൽ ഭയങ്കരമായിട്ട് പൊടിയും എന്തൊക്കെയായിരുന്നു. ഞാനതൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെച്ചു. ക്ലീനിങ്ങും വൃത്തിയാക്കലൊക്കെ ഒന്നാണല്ലോ അല്ലേ. കുഴപ്പമില്ല. ഞാൻ ഇതിന് മുമ്പ് എന്ന റൂമിലേക്ക് വന്നപ്പോൾ ഉള്ള അവസ്ഥ വളരെയധികം ഭീകരമായൊരവസ്ഥയായിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ ഇത് എത്രയോ ബെറ്ററാണ്. കാരണം ആ റൂം അടിപൊളിയായിരുന്നെങ്കിൽ അതിൻ്റെ മുമ്പ് അവിടെ നിന്ന ഒരു പയ്യനായിരുന്നു. അവൻ ഈ കള്ളും കുടിച്ച് കഞ്ചാവൊക്കെ വലിച്ച് റൂമിൽ മൊത്തം ഇതിൻ്റെ മണം അബ്സോർബ് ചെയ്ത് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ ആ റൂമിലേക്ക് കയറി ചെന്നത്. അവിടുന്ന് അവൻ്റെ ആ ഒരു വൃത്തികെട്ട സ്മെല്ല് മാറാൻ തന്നെ കുറേ നാളെടുത്തു. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ആ റൂമൊക്കെ ക്ലീൻ ചെയ്ത് നീറ്റാക്കി എടുത്തത്. സത്യം പറഞ്ഞാൽ ഏകദേശം ഒരു 2 മാസത്തോളം ആ വൃത്തിയുടെ സ്മെല്ല് ആ റൂമിൽ തന്നെ ഇങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ അവിടെ ഉണ്ടായിരുന്ന സോഫയൊക്കെ ഭയങ്കരമായിട്ട് ക്ലീൻ ചെയ്ത് നമ്മുടെ ഈ ബേക്കിംഗ് സോഡയൊക്കെ വെച്ച് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷമാണ് മണം മെല്ലെ ഒന്ന് മാറി തുടങ്ങിയത്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു. ഇനി വീണ്ടും നമുക്ക് നമ്മുടെ കാര്യങ്ങളിലേക്ക് അടക്കാം. ഞാൻ നമ്മുടെ ഷെൽഫൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് പിന്നെ നമ്മുടെ പെട്ടിയിലേക്ക് സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് അപ്പം തന്നെ ഫ്ലോറൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പം ഈ മടക്കി വെക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഇത്രയൊന്നും ഡ്രസ്സ് വേണ്ടായിരുന്നു എന്ന്. പക്ഷേ ഡ്രസ്സ് ഒരു സ്ഥലത്തേക്ക് ഇടാൻ വേണ്ടി പോകുമ്പോൾ എത്ര ഉണ്ടായാലും തികയും ചെയ്യില്ല. ഞാൻ സത്യം പറഞ്ഞാൽ 2 വയസ്സ് മുതൽ എൻ്റെ സ്വന്തം വീട്ടിൽ താമസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ ഇതുവരെ ഈ ഷിഫ്റ്റിങ്, റൂം ചേഞ്ച് ചെയ്യുക അങ്ങനത്തെ ഒന്നും ഒരു കാര്യം എൻ്റെ ലൈഫിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. പലരും ഇങ്ങനെ വീട് മാറുന്നതിനെക്കുറിച്ചും സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഞാനതിങ്ങനെ കേട്ടിരിക്കാറുണ്ട്. പക്ഷെ സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാവുന്നത്. പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഞാൻ ഇപ്പം ഈ ഇപ്പം കറൻ്റ്ലി ഞാൻ താമസിക്കുന്ന ഈ റൂം എൻ്റെ 8ാമത്തെ റൂമാണ്. ഇതൊരു ലോങ് ടേം റൂമാണ്. എന്നിരുന്നാലും ഫ്രണ്ട്സൊക്കെ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഷിഫ്റ്റിംഗ് പരിപാടി അത്യാവശ്യം എൻജോയ് ചെയ്ത് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത്. ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സത്യം പറഞ്ഞാൽ. പിന്നെ നമ്മൾ ഒരു സ്ഥലത്ത് പുതിയതായിട്ട് വന്ന് ഇറങ്ങുമ്പോൾ ഉള്ളതുപോലെയല്ല, നമ്മൾ ഇവിടെ നിൽക്കുന്നതിനനുസരിച്ച് ഒരുപാട് സാധനങ്ങൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടും നമുക്ക് അങ്ങനെ ഓവർ ദ പീരീഡ് ഒരുപാട് സാധനങ്ങൾ നമ്മുടെ കയ്യിൽ ഇങ്ങനെ കുമിഞ്ഞു കൂടും. ഇതൊക്കെ മാറ്റി കൊണ്ടുപോകുന്ന പറഞ്ഞത് ചെറിയ പണിയേ ഇല്ല. പിന്നെ ഇപ്പം നമ്മൾ നിൽക്കുന്ന റൂം എത്ര മോശമാണെന്ന് പറഞ്ഞാലും നമുക്ക് ആ റൂമിനോട് ചെറിയൊരു മെൻ്റൽ അറ്റാച്ച്മെൻ്റൊക്കെ ഉണ്ടാവും. എൻ്റെ കാര്യത്തിൽ അത് ഭയങ്കര കൂടുതലാണ്. ഞാൻ ചെറിയൊരു നാളിലാണ് ഇപ്പം ഒരു ഹോട്ടൽ റൂമിൽ ഞാൻ താമസിക്കുന്നതാണെങ്കിൽ പോലും അവിടെ നിന്ന് ബൈ പറഞ്ഞു പോകുമ്പോൾ ചെറിയൊരു വിഷമം ഉണ്ടാവും. അത് എന്തിനാണെന്നറിയില്ല, അങ്ങനെ ആയിപ്പോയി. നമ്മൾ ഈ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ അത് എന്തായാലും അതിനോട് ഒരു പരിധി കൂടുതൽ അറ്റാച്ച്മെൻറ്റ് കാണിക്കരുതെന്നാണ്. പിന്നെ ഇവിടെ ഇപ്പം വിൻ്ററിന് ഒരു പ്രത്യേക ടൈപ്പ് ഡ്രസ്സ്, സമ്മറിന് മറ്റൊരു പ്രത്യേക ടൈപ്പ് ഡ്രസ്സ്, ജാക്കറ്റ്സ്, ഇതൊക്കെ ഓരോ സീസൺ അനുസരിച്ച് മാറ്റി ആവശ്യമില്ലാത്ത സാധനം റീപ്ലേസ് ചെയ്ത്
അതൊക്കെ അത് മറ്റൊരു ടാസ്ക്. അങ്ങനെ നമ്മൾ ഈ ടൈം പീരീഡ് മാറുന്നതിനനുസരിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മാറ്റി മാറ്റി ചെയ്യാനുണ്ട്. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഈ ക്ലീനായി ഓർഗനൈസായി നിൽക്കുന്നൊരു സ്ഥലത്ത് മാത്രമേ നമുക്ക് പീസ് ഓഫ് മൈൻഡോടെ നമുക്ക് സത്യം പറഞ്ഞാൽ നിൽക്കാൻ പറ്റൂ. അതുകൊണ്ട് ദിസ് ഇസ് എ പാർട്ട് ഓഫ് ലൈഫ്, അങ്ങനെ കരുതാമെന്ന് വിചാരിക്കാം. ഞാൻ പിന്നെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് എന്തായാലും വല്ല പാട്ടോ അല്ലെങ്കിൽ വല്ല പോഡ്കാസ്റ്റ് എന്ന് വെച്ചാൽ യൂട്യൂബിൽ എന്തെങ്കിലും ഇൻഫോർമേറ്റീവ് വീഡിയോ സൈഡിൽ കിടന്ന് ഓടുന്നുണ്ടാവും. അത് കേട്ടോണ്ടായിരിക്കും ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്യാം. അല്ലെങ്കിൽ ഭയങ്കര ഒരു സ്പീഡ് കിട്ടില്ല, പിന്നെ ഒരു ഒറ്റപ്പെട്ടതുപോലെയൊക്കെ ഉണ്ടാവും. അങ്ങനെ പണ്ട് കാലത്തൊക്കെ അമ്മ രാവിലെ എണീച്ച് എപ്പോഴും റേഡിയോ ഓൺ ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് പണ്ടത്തെ പല പാട്ടുകളും ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇപ്പോഴും അത് ഓർത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചിലപ്പോൾ റേഡിയോ ഓഫാക്കിയാലൊക്കെ അമ്മ ഇങ്ങനെ പറയും, അത് അവിടെ നിന്ന് പാടിക്കോട്ടെ എന്ന്. അതുപോലെയാണിപ്പോൾ എൻ്റെ അവസ്ഥ. എന്തെങ്കിലും ഒന്ന് ബാക്ക്ഗ്രൗണ്ടിൽ ഓടിക്കൊണ്ടിരിക്കാതെ എനിക്ക് പണിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതങ്ങ് ശീലമായിപ്പോയി. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മൾ റൂമൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാണൊരു ഫൈനൽ ലുക്ക്. ഇത് ഞാൻ എൻ്റെ കമ്പ്യൂട്ടറും സ്ക്രീനും ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അത് ഞാൻ പിന്നെ ആഡ് ചെയ്തു. അപ്പോൾ ഇത്രയാണ് ഈ ഒരു കുഞ്ഞു വീഡിയോ. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ടാറ്റാ.